بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തു മറിയം 51 മുതൽ 55 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. വദ്കുർ ഫിൽ കിതാബ്, വദ്കുർ ഇവിടെ ദാല് അതുപോലെ റോ ഇതൊക്കെ സാക്കിനത്തായ അക്ഷരങ്ങളാണ്. ദാല് പ്രത്യേകിച്ച് റഹാവത്ത് പൂർണ്ണമായി നൽകേണ്ട അക്ഷരമാണ്. റിഹ്വായ ലൂസാക്കി അയവോടുകൂടി വദ് വദ് എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കണം. റാ ഷിദ്ദത്തിൻ്റെയും റഹാവത്തിൻ്റെയും മധ്യത്തിലുള്ള ബൈനീയ അല്ലെങ്കിൽ തവസ്സുത്ത് എന്നൊക്കെ പണ്ഡിതന്മാർ പേര് പറഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. വദ്കുർ ഫിൽ കിതാബി, അതായത് ലിൻ ഉമർ എന്ന 5 അക്ഷരത്തിൽപ്പെട്ടതാണ് റാ. അവയാണ് ബൈനീയയുടെ അക്ഷരങ്ങൾ. എന്നാൽ ദാല് പൂർണ്ണമായും റഹാവത്തിൻ്റെ അക്ഷരം തന്നെ. വദ്കുർ ഫിൽ കിതാബി, റായിന് തഫ്ഖീം കൊടുക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. തടിപ്പിച്ച് റാ ഉച്ചരിക്കുക. വദ്കുർ ഫിൽ കിതാബി മൂസ, ഫിൽ കിതാബി മൂസ. അലിഫുകളൊക്കെയും ഇസ്തിഫാലിൻ്റെ അക്ഷരത്തെ ദീർഘിപ്പിക്കുന്നതായതുകൊണ്ട് തർക്കീഖാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിൽ കിതാബി, കിതാബി പറയുന്നത് കിതാബി മൂസ മൂസ, സാ എന്നല്ല സ. ഇന്നഹു കാന, നൂൻ മുശദ്ദദയെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇന്നഹു എന്നതിലെ ളമീറിൻ്റെ ദീർഘം മദ്ദുസ്സിലത്തി സൂറ എന്നതാണ്. 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമാണ് ആ ഹാഹിൻ്റെ ദീർഘം നൽകുകയുള്ളൂ. വാവ് നൽകി അതിനെ ദീർഘിപ്പിക്കുകയുള്ളൂ. കാന മുഖ്ലസൻ, മുഖ്ലസൻ, മുഖ് എന്ന് പറയുമ്പോൾ ഖായിന് തഫ്ഖീമാണ്, ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്. മുഖ്ലസൻ, ഖാ അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അവിടെ പലർക്കും വരുന്ന അബദ്ധം, അതല്പം മുന്നോട്ട് വന്ന് മുഖ് എന്നുള്ള ആ ഒരു ശബ്ദം അതിന് വരും. മറിച്ച് തൊണ്ടയുടെ മേലെ അറ്റമാണ്, നാവിലേക്ക് വരരുത്. നാവിലേക്ക് ഖായിൻ്റെ ഉച്ചാരണം വരരുത്, അഥവാ മഖ്റജ് നാവിൽ നിന്നായി പോകരുത്. അങ്ങനെ വരുമ്പോഴാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ച പോലെ ഷഹീർ എന്ന അവസ്ഥ, അതായത് നമ്മൾ ഉറക്കത്തിലൊക്കെ ശബ്ദമുണ്ടാക്കും, കൂർക്കം വലി എന്ന് പറയാറില്ലേ, അതുപോലുള്ള ഒരു ശബ്ദം ഖായിന് ഉണ്ടാവരുത് എന്നാണ്. ഖാ തഫ്ഖീമോടുകൂടി ഹെവിയാക്കി തടുപ്പിച്ച് പറയേണ്ട അക്ഷരമാണ്. അപ്പോൾ മുഖ്ലസൻ, സ്വാദും തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്. മുഖ്ലസൻ വകാന, തൻവീനും ശേഷം വാവുമാണ്. ഇദ്ഗാം ബിഗുന്ന നാഖിസ്, തൻവീനിനെ വാവിലേക്ക് ലയിപ്പിച്ച് മണിച്ചുച്ചരിക്കുക. മുഖ്ലസൻ വകാന, വകാന റസൂലൻ നബിയ, വകാന പറയുന്നത് വകാന റസൂലൻ, റായിന് തഫ്ഖീം കൊടുക്കുക. റസൂലൻ തൻവീനിനെ പൂർണ്ണമായും ശേഷമുള്ള നൂനിൽ ലയിപ്പിച്ച് മണിക്കുക. റസൂലൻ നബിയ. വനാദൈനാഹു, 2 അലിഫുകൾ അതിലുണ്ട്. ഇസ്തിഫാലിൻ്റെ ഹർഫുകളെയാണ് അത് ദീർഘിപ്പിക്കുന്നത്. ന ദൈന, രണ്ടും നൂനിന് തന്നെ. വനാദൈനാഹു മിൻ ജാനിബി ത്തൂർ, മിൻ അവിടെ നൂനിനെ മറച്ചു മണിക്കുകയാണ്, അവ്യക്തമാക്കി മണിക്കുന്നു. വെളിവാക്കി വ്യക്തമാക്കി ഉച്ചരിക്കാതെ നൂനിൻ്റെ മഖ്റജിൽ നിന്ന് നാവിനെ അല്പമൊന്ന് വിടർത്തി അകത്തി വെച്ചുകൊണ്ട്, വിടുത്തി വെച്ചുകൊണ്ട്. മിൻ ജാനിബി ത്തൂരിൽ ഐമൻ, അത്തൂർ, തൂർ എന്ന് പറയുമ്പോൾ താ ഷിദ്ദത്തിൻ്റെ അക്ഷരമാണ്. കൂടാതെ ഇത്ബാഖ്, ഇസ്തിഅലാ ഇതൊക്കെയുള്ള അക്ഷരമാണ്. തഫ്ഖീം ചെയ്യേണ്ട ഹർഫാണ്. മിൻ ജാനിബി ത്തൂരി, അത്തൂരിൽ ഐമനി, അൽ ഐമൻ എപ്പോഴും ആളുകൾ തെറ്റിക്കുന്ന ഒരു അക്ഷരമാണ് ഹംസ. അൽ ഐമൻ എന്ന് പറയും. മിൻ ജാനിബി ത്തൂരിൽ ഐമൻ, അത് തെറ്റാണ്. ഹംസ ക്ലിയറാക്കി മുറിച്ച് പറയണം. ഷിദ്ദത്തിൻ്റെ ഹർഫാണ്. മിൻ ജാനിബി ത്തൂരിൽ ഐമനി
അൽ ഐമനി വഖറബ്നാഹു നജിയ. ഖാഫ് പൂർണ്ണമായും തഫ്ഖീം ചെയ്യണം. ഇസ്തിഅലാന്റെ ഹർഫാണ്. റായിനും തഫ്ഖീം, റായിന് ഷദ്ദുണ്ട്. തക്രീർ കൂടുതൽ വരാതെ സൂക്ഷിക്കണം. ഒറ്റ റാ മാത്രമേ ഉച്ചരിക്കാം. വഖറബ്നാഹു ബാഇന് ഖൽഖല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. വഖറബ്നാഹു നജിയ. വവഹബ്നാ ലഹു മിർ റഹ്മതിനാ. ഹാകൾ വ്യക്തമാക്കി ഉച്ചരിക്കണം. കുറേ ഹാകൾ ഇതിലൊക്കെ വരുന്നുണ്ട്. ഹാ തൊണ്ടയുടെ അങ്ങേയറ്റമാണ് ഹാഇൻ്റെ മഖ്റജ്. രണ്ട് വാവ് തുടർച്ചയായി വരികയാണ്. ചുണ്ടുകളിൽ നിന്ന് തന്നെ അത് ഉച്ചരിക്കുക. രണ്ട് ചുണ്ടുകൾ വൃത്താകൃതിയിലായിരിക്കും വാവ് ഉച്ചരിക്കുമ്പോഴുണ്ടാവുക. ബാഇന് സുക്കൂനുണ്ട്. ഖൽഖല സൂറ ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. ووهبنا له من رحمتنا أخاه هارون. من رحمتنا من സാക്കിനത്തായ നൂൻ ശേഷം റാ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗൈരി ഗുന്ന കാമിൽ. മിർ റഹ്മതിന ഹ വ്യക്തമാക്കി ഉച്ചരിക്കുക. മിർ റഹ്മതിന. ഹ റഖാവത്തിൻ്റെ അക്ഷരമാണ്. റഹ് എന്ന ശബ്ദം ഇങ്ങനെ അയവ് വരുത്തി അങ്ങനെ ഒരു ലൂസാക്കി ഉച്ചരിക്കണം. റഹ്മതിന. റഹ്മതിന എന്നതിലെ ദീർഘം ആലിഫിന് മദ് മുൻഫസിൽ ജായിസ് നൽകി 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. മിർ റഹ്മതിന മിർ റഹ്മതിന അഖാഹു അഖാഹു എന്നുള്ള ഹംസക്ക് എന്ത് വരരുത്? തഫ്ഖീം വരരുത്. തർക്കീഖിൻ്റെ അക്ഷരമാണ് ഹംസ. എന്നാൽ ശേഷമുള്ള ഖാഇനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം. അഖാഹു അഖാഹു ഹാറൂന അഖാഹു ഹാറൂന ഹാറൂന നബിയ. റായിനും തഫ്ഖീം കൊടുക്കുക. ഹാറൂന നബിയ. വീണ്ടും വദ്കുർ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ ഓർക്കുക. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ. സീന് സഫീറിൻ്റെ അക്ഷരമാണ്. നമ്മൾ സൂചിപ്പിക്കാറുള്ള കാര്യമാണ്. ഇസ് എന്ന് വ്യക്തമാക്കി സീൻ ഉച്ചരിക്കണം. അല്ലാതെ ഇസ് എന്ന് ഉള്ളിൽ നിന്ന് ഒരു പിടിച്ചു വെച്ചുകൊണ്ട് അവ്യക്തമാവുന്ന രൂപം വരരുത്. ഈസ് എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. ഇസ്മാഈൽ. ഇന്നഹു നൂൻ മുശദ്ദദ മണിക്കുക. ഹാ ദമീറിന് മദ്ദുസ്സില സൂറ നൽകി ദീർഘം 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ദീർഘിപ്പിക്കുക. ഇന്നഹു കാന സാദിഖൽ വഅദ്. കാന അതിലുള്ള അലിഫും സാദിഖ ഇതിലുള്ള അലിഫും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഒന്ന് തർക്കീഖാണ്, മറ്റത് തഫ്ഖീമാണ്. ഒന്ന് ഇസ്തിഫാലിൻ്റെ ഹർഫിനെ ദീർഘിപ്പിക്കുന്നു, മറ്റത് ഇസ്തിഅലാഇൻ്റെ ഹർഫിനെ ദീർഘിപ്പിക്കുന്നു. കാന സാദിഖൽ വഅദി. സാ എന്ന് പറയുമ്പോൾ സ്വാദിന് പൂർണ്ണമായ തഫ്ഖീം, അലിഫിനും തഫ്ഖീം. സാദിഖ ഖാഫിന് തഫ്ഖീം കൊടുക്കണം. സാദിഖൽ വഅദി സാദിഖൽ വഅദി. وكان رسولا نبيا. وكان كاف استفعال العرفان ألف لم ترقيق. رسولا راء تفخيم ചെയ്യണം. തൻവീൻ റസൂലൻ എന്നുള്ള തൻവീനിനെ ശേഷമുള്ള നൂനിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. റസൂലൻ നബിയ. وكان يأمر أهله بالصلاة. وكان يأمر എന്ന് പറയരുത്. يأمر അല്ല يأمر. وكان يأمر റാഇന് തഫ്ഖീം കൊടുക്കുക. وكان يأمر أهله. ഹാകളെ വ്യക്തമാക്കണമെന്ന് സൂചിപ്പിച്ചു. അഹ്ലഹു ബിസ്സലാഹ്. അഹ്ലഹു എന്നതിൽ
ദമീറിന് അന്ത്യത്തിലുള്ളതിൽ എന്താണ് മദ്സിലത്ത് സുഗ്റായാണ്. അഹ്ലഹു ബിസ്സലാത്തി ബിസ്സലാത്തി സ്വാദ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരം ഇസ്തിഅലാൻ്റെ ഹർഫാണ്. ബിസ്സലാത്തി വസ്സകാത്തി രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ. വകാന ഇൻദ സാക്കിൻ താനൂനും ശേഷം ദാലും ഇഖ്ഫ ഹഖീഖി മറച്ചു മണിച്ചു ഉച്ചരിക്കണം. റബ്ബിഹി റാഹി തഫ്ഖീമാണ്. റബ്ബിഹി എന്നതിലെ ദമീറിനെ യാ കൊണ്ട് ദീർഘിപ്പിക്കുന്നു. മദ്സിലത്തി സുഗ്റ 2 ഹർക്കത്തിൻ്റെ അളവിൽ മാത്രം, അതിൽ കൂടുതൽ ദീർഘം നൽകരുത്. വഖഫ് ചെയ്യുമ്പോൾ റബ്ബി എന്ന് സുക്കൂനുമേലായിരിക്കും വഖഫ് ചെയ്യുക, മറിച്ച് റബ്ബിഹി എന്ന് പറഞ്ഞ് നിർത്തുകയില്ല. മർദിയ റാഹിന് തഫ്ഖീം, ദ്വാദിന് തഫ്ഖീം, ദ്വാദിന് കസ്റ അതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം മാത്രം. മർദിയ വകാന ഇൻദ റബ്ബിഹി മർദിയ. ഇൻദയിൽ ഇഖ്ഫ ആണ്. നേരത്തെ വന്ന അതേ കാര്യം ഇവിടെയും ആവർത്തിക്കുന്നു. ഇൻദ റബ്ബിഹി മർദിയ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. واذكر في الكتاب موسى إنه كان مخلصا وكان رسولا نبيا. وناديناه من جانب الطور الأيمن وقربناه نجيا. ووهبنا له من رحمتنا أخاه هارون نبيا. واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا. وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا.